കണ്ണൂരിൽ ഇന്ന് ദാരുണമായൊരു സംഭവം ഉണ്ടായി. ആശുപത്രിയിലേക്ക് പോകുന്ന വഴി ഗർഭിണിയായ ഭാര്യയും ഒപ്പം സഞ്ചരിച്ചിരുന്ന ഭർത്താവും കാറിൽ തീ ഉണ്ടാകുകയും പെട്ടെന്നുണ്ടായ തീ ആളിക്കത്തി ഇവർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വളരെ വിഷമകരമായ ഒരു വാർത്തയാണ്. ചേട്ടാ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എങ്ങനെയാണ് തീ പടരുക? ഈ കാറിൽ വാഹനങ്ങളിലുണ്ടാകുന്ന തീപിടുത്തങ്ങൾ ഈ സമീപകാലത്ത് ഒട്ടേറെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെ, എറണാകുളത്ത് ബൈപ്പാസിൽ തന്നെ അടുത്തിടെയായിട്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് 5-6 സംഭവങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ കണ്ണൂരിലുണ്ടായ ഈ ഒരു സംഭവത്തിൽ ആ കാറിനുള്ളിൽ 4 പേര് കൂടി ഉണ്ടായിരുന്നു. പിൻസീറ്റിൽ 4 ബന്ധുക്കളുണ്ടായിരുന്നു. ഈ യുവതി ഗർഭിണിയായിരുന്നു. യുവതിക്ക് പ്രസവ വേദന അനുഭവപ്പെടുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പെട്ടെന്ന് വാഹനത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നു. മുൻവശത്തെ ഡോറുകൾ രണ്ടും തുറക്കാൻ സാധിക്കുന്നില്ല. അതിന് മുൻപ് പുറവശത്തെ ഡോറുകൾ തുറക്കാൻ ഈ മുൻപിലുണ്ടായിരുന്ന മരിച്ച ആ യുവാവ് തന്നെയാണ് മറ്റുള്ളവരെ സഹായിച്ചത്. അവർ 4 പേരും ഒരു പൊള്ളൽ പോലും ഏൽക്കാതെ, ഒരു പരിക്ക് ഏൽക്കാതെ അവർ രക്ഷപ്പെട്ടു. പക്ഷേ മുൻ സീറ്റിലുണ്ടായിരുന്ന ഭാര്യയും ഭർത്താവും, ഭാര്യ പൂർണ്ണ ഗർഭിണിയായിരുന്നു, ഇവർ 2 പേരും ദാരുണമായി കൊല്ലപ്പെടുകയായിരുന്നു. ഈ ഫയർ സ്റ്റേഷൻ തൊട്ടടുത്തായിരുന്നു. നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് ഫയർ എഞ്ചിനെത്തി ഈ തീ അണച്ചതിന് ശേഷം മാത്രമാണ് ഇവരെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. അപ്പോഴേക്കും ഇവർ 2 പേരും മരിച്ചു കഴിഞ്ഞിരുന്നു. വളരെ ദാരുണമായ ഒരു സംഭവം. ഇതിൻ്റെ കാരണങ്ങളിലേക്ക് പോകുമ്പോൾ വാഹനത്തിൻ്റെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കലായിട്ടുള്ള പല തകരാറുകളും തീപിടുത്തത്തിന് കാരണമാകാം എന്നാണ് പറയുന്നത്. ഇതിന് മുൻകരുതലുകൾ എടുത്ത്, അല്ലെങ്കിൽ ഇതിന് കൃത്യമായ സർവീസ് നടത്തി മുൻകരുതലുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ സംഭവം ഉണ്ടായ കാറ് 2 വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ. എടുത്തിട്ട് 2 വർഷം എടുത്തിട്ട് 2 വർഷത്തെ പഴക്കം മാത്രമേ ആയിട്ടുള്ളൂ. ആ ഒരു വാഹനത്തിന് തീ പിടിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷേ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ, വിദഗ്ധരാണ് ഇക്കാര്യത്തിൽ, അവർ നടത്തിയ പ്രാഥമികമായ പരിശോധനയിൽ ഇതിലൊരു റിവേഴ്സ് ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്, വാഹനത്തിൽ സ്വാഭാവികമായി ഉള്ളതല്ല, വാഹനത്തിൻ്റെ മേക്കിലുള്ള ഒരു സംഗതിയല്ല. അപ്പോൾ ഇലക്ട്രിക്കൽ ആക്സസറീസിൻ്റെ കൂടെ ഒരു റിവേഴ്സ് ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അധികമായി വരുന്ന ഈ ഒരു ഇലക്ട്രിക് ഉപകരണത്തിൻ്റെ ഭാരം ഇതിനെ ബാധിച്ചിരിക്കാം. അതിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ അതൊരു തീപിടുത്തത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. പല കാരണങ്ങളുണ്ടാകാം. ഒന്ന്, ഇതിൻ്റെ ഒരു ആദ്യ ലക്ഷണം കാണിക്കുക എന്ന് പറഞ്ഞാൽ വാഹനങ്ങളിൽ പലപ്പോഴും ഫ്യൂസ് പെട്ടെന്ന് പോകുന്ന ഒരു സംഭവം ഉണ്ടാകാം. സർക്യൂട്ടിൽ പല തകരാറുകളും ഉണ്ടാകും. നമുക്കറിയാം, ഒരു വാഹനത്തിലെ ഈ എൻജിൻ അതുപോലുള്ള പ്രധാന ഘടകങ്ങൾ അല്ലാതെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. ഒരു സ്വിച്ച് കീ ഓണാക്കുന്നത് മുതൽ വാഹനത്തിൻ്റെ ലൈറ്റ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളെല്ലാം തന്നെ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് ഈ വൈദ്യുതി ആയി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ സർക്യൂട്ടിൽ വയറുകൾ അനേകമുണ്ട്. അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ ഒരു അപകടത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ആദ്യ ലക്ഷണമാണ് ഈ ഫ്യൂസ് പോവുക എന്നുള്ളത്. കൃത്യമായ സർവീസ് നടത്തുക. ഈ ഫ്യൂസ് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് സർവീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച് അതിൻ്റെ കാരണം കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇതിനെ ചികിത്സിക്കാൻ പോകരുത്. സാധാരണ സംഭവിക്കുന്നതാണ്. നമ്മൾ പെട്ടെന്ന് ഇത് ചെറിയൊരു കാര്യമല്ല, ഒരു ഫ്യൂസ് പോയി, അടുത്ത പാർട്സ് കടയിൽ ചെല്ലുന്നു, സ്പെയർ പാർട്സ് കടയിൽ ചെല്ലുന്നു, ഒരു ഫ്യൂസ് വാങ്ങിക്കുന്നു, ഇടുന്നു, വീണ്ടും പോകുന്നു. അതിനുശേഷം അതിൽ കുറുക്കുവഴിയായി കൂടിയ ഫ്യൂസ് കൊണ്ടിടുന്നു. പിന്നെ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. അപ്പോൾ വാഹനത്തിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ അത് അറിയാവുന്ന വിദഗ്ധരെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി ചെയ്യാവുന്നത്. മറ്റൊന്ന്, തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ ഈ വാഹനത്തിൽ കൊണ്ടുപോകുന്നത് ഒഴിവാക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇന്ധനമാകാം, അല്ലെങ്കിൽ പലപ്പോഴും ഈ ആഘോഷവേളകളിലൊക്കെ പടക്കം പോലുള്ള സംഗതികൾ വാഹനത്തിൽ കൊണ്ടുപോകുന്നത് അത് അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട്. നമുക്കറിയാം, തമിഴ്നാട്ടിൽ കഴിഞ്ഞ 2 വർഷം മുമ്പാണ് സംഭവിച്ചത്. ദീപാവലിക്ക് പടക്കം വാങ്ങിച്ചു പോകുന്നതിനിടയിൽ ഒരു സ്കൂട്ടറിൽ അച്ഛനും മകനുമായിരുന്നു. പെട്ടെന്ന് തീപിടുത്തമുണ്ടായി. സ്കൂട്ടറിൻ്റെ സീറ്റിനടിയിലായിരുന്നു ഇത് വെച്ചിരുന്നത്. ചൂടായി പെട്ടെന്ന് ഇത് പൊട്ടിത്തെറിക്കുകയും അവർ 2 പേരും മരിക്കുകയും ചെയ്തു. കൊച്ചുകുട്ടിയാണ് മരിച്ചത്. അപ്പോൾ തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയുള്ള വസ്തുക്കൾ വാഹനങ്ങളിൽ കൊണ്ടുപോകുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന്. വാഹനങ്ങളിലിരുന്ന് പുക വലിക്കുന്നത് ഒഴിവാക്കുക. കാരണം ഈ ചെറിയ വാഹനങ്ങളാണെങ്കിൽ പോലും അതിനുള്ളിൽ ഉപയോഗിക്കുന്ന അപ്ഹോൾസ്റ്ററി പോലുള്ള വസ്തുക്കൾ, അതായത് സീറ്റ് പോലുള്ള സംഗതി, സീറ്റ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിൽ ഉപയോഗിക്കുന്ന പല ഘടകങ്ങളും പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് പുക വലിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. മുൻകരുതൽ നടപടികൾ ഒട്ടേറെയുണ്ട്. മുൻകരുതൽ സ്വീകരിക്കേണ്ടതായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇതൊന്നും അനുസരിക്കാതെ മുന്നോട്ട് പോയി നമ്മൾ സ്വന്തം ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇതുപോലുള്ള അപകടങ്ങളിലേക്ക് പോകുന്നത്. തീർച്ചയായും മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത.